പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 43-ാമത്തെ അധ്യായം 30-ാം തിരുവചനത്തിൽ ഇപ്രകാരം അരുളിച്ചു ചെയ്യുന്നു: സർവശക്തിയോടുകൂടെ കർത്താവിനെ സ്തുതിക്കുവിൻ, തളർന്നു പോകരുത്, എത്ര പുകഴ്ത്തിയാലും പരിധിയിലെത്തിയില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ തകർച്ചകളെ പ്രതി, നമ്മുടെ രോഗങ്ങളെ പ്രതി, നമ്മുടെ അസ്വസ്ഥതകളെ പ്രതി, നമ്മുടെ ആകുലതകളെ പ്രതി, നമ്മുടെ കടക്കെണി, നമ്മുടെ തകർന്ന ജീവിതം, നമ്മുടെ എല്ലാ ആസക്തികളെയും, എല്ലാ മേഖലകളെയും, നമ്മുടെ ആധ്യാത്മിക ജീവിതം, നമ്മുടെ സന്യാസ ജീവിതം, നമ്മുടെ സാമൂഹിക ജീവിതം, ഇവയെല്ലാം കർത്താവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും, നമ്മുടെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മോചനം കിട്ടുവാൻ നമ്മൾ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ വലിയ കൃപ, വലിയ അഭിഷേകം, വലിയ ശക്തി നമ്മളിലേക്ക് കടന്നു വരും. തിരുസഭയോട് ചേർന്നുകൊണ്ട്, സഭയോട് ചേർന്ന്, സകല വിശുദ്ധരോട്, സകല മലാഖമാരോടും സ്വർഗീയ വൃന്ദങ്ങളോടും ചേർന്നുകൊണ്ട്, എല്ലാ പ്രാർത്ഥന കൂട്ടായ്മകളോട് ചേർന്നുകൊണ്ട്, ലോകത്തെമ്പാട് നടക്കുന്ന എല്ലാ പ്രാർത്ഥന കൂട്ടായ്മകളോട് ചേർന്നുകൊണ്ട്, എല്ലാ ശുശ്രൂഷകളോട് ചേർന്നുകൊണ്ട്, സകല വിശുദ്ധരോട് ചേർന്നുകൊണ്ട് നല്ലവനായ ദൈവത്തെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ ആരാധന, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സർവശക്തി ഉപയോഗിച്ച്, സർവ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, വലിയ കൃപ ഞങ്ങളിലേക്ക് ഈ നിമിഷം അങ്ങ് ചൊരിയുന്നതിനോർത്ത് ഞങ്ങളുടെ എല്ലാ ബന്ധനങ്ങളും, എല്ലാ തകർച്ചകളും, എല്ലാ രോഗപീഠകളും എല്ലാം കർത്താവെ എടുത്തു മാറ്റുന്നതിനെ ഓർത്തുകൊണ്ട് കർത്താവെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.